നമ്മളൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് സെറ്റ് ചെയ്തു, ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്തു, പക്ഷെ എന്ത് കീവേഡ്സ് കൊടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. മര്യാദയ്ക്ക് കീവേഡ്സ് കൊടുത്തില്ലെങ്കിൽ മര്യാദയ്ക്ക് ആഡ് റൺ ചെയ്യില്ല, മര്യാദയ്ക്ക് ആഡ് റൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സ് വിറ്റ് പോകത്തില്ല. അപ്പോൾ ശരിയായ രീതിയിൽ കീവേഡ്സ് കണ്ടുപിടിക്കുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനെന്ത് വേണം? ടൂൾസ് വേണം. ആരഫ്സ്, യൂബർ സജസ്റ്റ്, പിന്നെ SEMrush, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. പക്ഷെ ഇവരാരും എന്തല്ല, ദ ബോസ് അല്ല. കാരണം എന്താണ്? ഇവരെല്ലാവരും ഗൂഗിളിൽ നിന്ന് പല ഡേറ്റ എടുത്തിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഡേറ്റ എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ടൂളിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് മാസം 2000 രൂപ 6000 രൂപ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ അവർ വിൽക്കുന്നത്. വി റിസീവ് ദി സെയിം ടൂൾ ഫോർ ഫ്രീ ഫ്രം ഗൂഗിൾ ആഡ്സ് ഡാഷ്ബോർഡ് ഇറ്റ്സെൽഫ്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗൂഗിൾ കീവേഡ്സ് പ്ലാനർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് ഈ ഗൂഗിൾ ആഡ്സിൻ്റെ സീരീസിൽ, ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ കാണാൻ പോകുന്ന രണ്ടാമത്തെ വീഡിയോ. നമ്മൾ ഗൂഗിൾ ആഡ്സ് ഡാഷ്ബോർഡാണത്. ടോപ്പ് റൈറ്റ് കോർണറിൽ ടൂൾസ് ആൻഡ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലാനിങ്ങിൻ്റെ അടിയിൽ കീവേഡ് പ്ലാനർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ വരുന്നത്. ഇനി ചില കേസിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ഇപ്പോൾ സൂം ഇൻ ചെയ്ത് വെച്ചിരിക്കാൻ വിചാരിക്കും, ടൂൾസ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ, ഈ സാധനം എവിടെ പോയെന്നൊരു കൺഫ്യൂഷൻ വരും. ഒന്നും നോക്കണ്ട, ജസ്റ്റ് പ്ലാനിങ്ങിൽ പോയിട്ട് കീവേഡ് പ്ലാനർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, രണ്ട് തരം രീതിയിൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും സൂം ഔട്ട് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഒരു സുഖമാണ്. അപ്പോൾ ഗൂഗിൾ കീവേഡ് പ്ലാനറിൻ്റെ അകത്ത് 2 തരം പ്ലാനേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ 2 BHK ഫ്ലാറ്റ്, 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ് വിൽക്കുന്നത് വിചാരിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കീവേഡ്സ് ആണ് ആൾക്കാർ തപ്പുന്നത്, ഏതൊക്കെ കീവേഡ്സ് ആണ് പരസ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഡിസ്കവർ ന്യൂ കീവേഡ്സ്. ഇതെന്ന് വെച്ചാൽ സെർച്ച് വോളിയം എത്രയുണ്ട്, 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ കീവേഡിന് എത്ര പേര് സെർച്ച് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് എങ്ങനെ പോകും, ഹിസ്റ്ററി എന്തായിരുന്നു, ഏതൊക്കെ ലൊക്കേഷനിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നു, അതൊക്കെ അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണാം. അത് നമുക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 2 രീതിയുണ്ട്. ഒന്ന് സ്റ്റാർട്ട് വിത്ത് കീവേഡ്സ്, 2 സ്റ്റാർട്ട് വിത്ത് എ വെബ്സൈറ്റ്. 2 രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് കീവേഡ്സ്. ഓക്കെ, എനിക്ക് 2 BHK ഫ്ലാറ്റ് ഫോർ സെയിലാണ് എൻ്റെ കീവേഡ്. അപ്പോൾ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് കൊടുക്കുവാണെങ്കിൽ, എന്നിട്ട് ഞാൻ ഗെറ്റ് റിസൾട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന കീവേഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ഡാഷ്ബോർഡാണ് കാണുന്നത്. ഇതിൽ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഇത് ഈ ട്രെൻഡ്സും കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഇവിടെ ഇന്ത്യയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യ വേണ്ട, നമുക്ക് കേരളത്തിൽ മാത്രം എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിഞ്ഞാൽ മതി. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോയിട്ട് കേരള എന്ന് സെർച്ച് ചെയ്യുന്നു. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മാപ്പിൽ കാണാമല്ലോ, ഇന്ത്യ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇന്ത്യ നമ്മൾ കളയാം. കണ്ടോ, ഇന്ത്യ കളഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം എന്തൊക്കെ കീവേഡ്സാണ് ആൾക്കാർ ഈ ഒരു 2 BHK ഫോർ സെയിലിന് ഫ്ലാറ്റ് ഫോർ സെയിലിന് സെർച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് അടിക്കുക. അടുത്ത് വരുന്നത് ഏത് ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത് വരുന്നത് ഗൂഗിൾ ഉണ്ട്. ഗൂഗിൾ സെർച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി കോർ ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഗൂഗിൾ സെർച്ച് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റ് ചില വെബ്സൈറ്റുകൾ ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്. അവരിലും ഇങ്ങനെ പരസ്യങ്ങളും പല ആൾക്കാരൊന്ന് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അത്. അടുത്ത് നമ്മൾ സെർച്ച് അറിയേണ്ടത് ഇത് കഴിഞ്ഞ ഒരു വർഷത്തേക്കുള്ള ട്രെൻഡ് മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ജൂൺ 2021, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് 12 മന്ത്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജൂൺ 2021 മുതൽ മെയ് 2022 വരെ ഉള്ളതെല്ലാം കാണിക്കും. ഇനി ലാസ്റ്റ് 24 മന്ത്സ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഞാൻ ലാസ്റ്റ് 12 മന്ത്സ് എപ്പോഴും കൊടുക്കുന്നത്, അപ്പോഴാണ് ആ ട്രെൻഡിൽ നിൽക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 24 മന്ത്സ് ആകുമ്പോൾ ഈ കൊറോണ വന്ന കാലം അന്നത്തെ സെർച്ച് റിസൾട്ടൊക്കെ വേറെ ആയിരിക്കും. ചിലപ്പോൾ ആരും സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല ഇത്. മനസ്സിലായില്ലേ? വളരെ കുറവായിരിക്കും. അപ്പോൾ ഒത്തിരി കഴിഞ്ഞൊരു വർഷത്തിലാണ് കുറച്ച് കാര്യങ്ങൾ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഞാനത് കൊടുക്കുന്നത്. എപ്പോഴും 1 ഇയർ കൊടുക്കുന്നതാണ് നല്ലത്. ഇത് കൊടുത്തിട്ട് നമ്മൾ എന്താ കാണുന്നത്? ഇത് കാണുന്നത് ആദ്യം തന്നെ നമ്മൾ കൊടുത്ത കീവേഡ് 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എത്ര പേരാണ് സെർച്ച് ചെയ്യുന്നത്? 10 പേരെ സെർച്ച് ചെയ്യുന്നുള്ളൂ. എപ്പോൾ? ഒരു മാസത്തിൽ. ഇവിടെ എഴുതിയിരിക്കുന്നത് ആവറേജ് മന്ത്ലി സെർച്ചസ്. 10 പേരെ സെർച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോ കോളം എന്താണെന്ന് മനസ്സിലാക്കാം. ഈ 2 കോളം നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പറയണം കാര്യമില്ല. അപ്പോൾ അടുത്ത കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം. അതായത് ഇതേ കീവേഡിൽ വേറെ ആരൊക്കെയാണ് പരസ്യം കൊടുക്കുന്നത് നമുക്ക് കാണാമല്ലോ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ providenthousing.com ഇവർ പരസ്യം കൊടുക്കുന്നുണ്ട്.
elitedevelopers.co.in പരസ്യം കൊടുക്കുന്നുണ്ട്, വർമ്മ ഹോംസ് പരസ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളുടെ കോമ്പറ്റീഷൻ. അപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് മീഡിയം കോമ്പറ്റീഷനാണ് ഈ കീവേഡിന് ഉള്ളത്. അതേപോലെ എന്തുണ്ട്, ലോ കോമ്പറ്റീഷൻ കീവേഡ്സ് ഉണ്ട്, മീഡിയം കീവേഡ്സ് ഉണ്ട്, പിന്നെ ഹൈ കോമ്പറ്റീഷൻ കീവേഡ്സ് ഉണ്ട്. ഹൈ കോമ്പറ്റീഷൻ കീവേഡ്സ് കാര്യം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണ്, ഹൈ കോമ്പറ്റീഷൻ കീവേഡ്സിന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കോളം നമുക്ക് നോക്കാം. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം. ടോപ്പ് ഓഫ് ദ പേജ് ബിഡ്, ലോ റേഞ്ച്, ടോപ്പ് ഓഫ് ദ പേജ് ബിഡ്, ഹൈ റേഞ്ച്. ഗൂഗിൾ ആഡ്സിൽ പരസ്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ആഡ്സിൽ പരസ്യം കൊടുക്കുമ്പോൾ ഓരോ ക്ലിക്കിനാണ് നമ്മൾ കാശ് ഗൂഗിളിന് കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ വന്ന് നമ്മളുടെ പരസ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗൂഗിളിലേക്ക് നമ്മൾ കാശ് കൊടുക്കുന്നത്. കറക്റ്റാണോ? കറക്റ്റാണ്. പക്ഷെ അത് എത്ര കൊടുക്കേണ്ടത് അങ്ങനെ മനസ്സിലാവും. ഏതൊരു പ്രൊഡക്റ്റിന് വില തീരുമാനിക്കുന്ന പോലെയാണ്. നമ്മുടെ കോമ്പറ്റേഴ്സ് എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം. അപ്പോൾ ലോ റേഞ്ച് എന്ന് പറഞ്ഞാൽ മിനിമം, ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം. മനസ്സിലായി? ഇതിനുള്ളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ക്ലിക്കിന് വേണ്ടി നമ്മൾ ഗൂഗിളിന് കാശ് കൊടുക്കേണ്ടത്. ഇതിന് മേലെ പോകരുത്, റിച്ച് കളിക്കരുത്, ഇതിന് താഴെയും പോകരുത്, ചീപ്പ് കളിക്കരുത്. നമ്മൾ കോമ്പറ്റീഷൻ എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ വേണം നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ കീവേഡിന് മിനിമം ഒരാൾ കൊടുക്കുന്നത് 18 രൂപ 19 പൈസയാണ്. മാക്സിമം ഒരാൾ കൊടുക്കുന്നത് 90 രൂപ 90 പൈസ വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഇടയിൽ ഗൂഗിൾ ഞാനൊരു 50 രൂപ തരാം, അതിനുള്ള പരസ്യം കാണിച്ചാൽ മതി. ഓരോ ക്ലിക്കിന് 90 രൂപ കളയെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാശ് ആയി പോകും. ഇനി അറിയേണ്ടത് ഈ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ കീവേഡ് മാത്രമല്ല ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്, പലതരം കീവേഡ് സെർച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ റിലേറ്റഡ് കീവേഡ് ഐഡിയാസ് ഗൂഗിൾ തരുന്നു. 2 BHK ഫ്ലാറ്റ് നിയർ മീ, അങ്ങനെ പല 1121 കീവേഡ്സ് ആണ് ഗൂഗിൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആവറേജ് മന്ത്ലി സെർച്ചസിൻ്റെ എണ്ണത്തിൽ ഇതൊരു ഡിസെൻഡിങ് ഓർഡറിൽ ഇത് അറേഞ്ച് ചെയ്ത് തരും. നല്ല സെർച്ചസ് ഉള്ള കീവേഡ്സ് മതി. മനസ്സിലായില്ലേ? ആരും സെർച്ച് ചെയ്ത കീവേഡ്സ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കൊടുക്കണ്ടെന്നല്ല പറഞ്ഞു, പക്ഷേ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് കൊടുക്കുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല സെർച്ചസും ഉണ്ടാവണം, അതേസമയം കോമ്പറ്റീഷൻ ഒന്നെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോ ആയിരിക്കണം. ഹൈ കോമ്പറ്റീഷൻ കീവേഡ്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ കാശ് ഗൂഗിളിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ കീവേഡ്സ് നോക്കുക, അതിൻ്റെ കോമ്പറ്റീഷൻസ് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഗൂഗിൾ ഷീറ്റിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. പ്ലാൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ആഡ് കീവേഡ്സ് ടു ക്രിയേറ്റ് പ്ലാൻ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുമല്ല, ഇവിടെ സേവ്ഡ് കീവേഡ്സ് കാണുന്നുണ്ടോ? ഈ സേവ്ഡ് കീവേഡ്സിൻ്റെ അവിടെ നിങ്ങളുടെ കീവേഡ്സ് വന്ന് സ്റ്റോർ ആയി കിടക്കും. എന്നിട്ട് ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ കീവേഡ്സ് വെച്ചിട്ട് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ കുറച്ച് സജഷൻസ് തരും. അത് ഈ സെർച്ച് ഇപ്പോൾ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് മാത്രമുള്ള കീവേഡ് അല്ലാതെ ഒരു ഫ്ലാറ്റ് ഫോർ സെയിലോ അല്ലെങ്കിൽ 3 BHK ഫ്ലാറ്റ് ഫോർ സെയിലോ അതെന്നുള്ളൊരു അതിനെപ്പറ്റിയും നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബ്രോഡൻ യുവർ സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു കീവേഡും കൂടി കേടി വരും. നിങ്ങൾ വേറെയും ഇപ്പോൾ ഫ്ലാറ്റ് ഫോർ റെൻ്റ് എന്നാവാം. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഓരോ കീവേഡ് ഇട്ട് കൊടുക്കുക. കീവേഡ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഗെറ്റ് റിസൾട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ മാക്സിമം ഒരു 10 കീവേഡ് അല്ലെങ്കിൽ 15 കീവേഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ നല്ല കീവേഡ്സ് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ വെച്ച് പരസ്യം റൺ ചെയ്യാം. പരസ്യം റൺ ചെയ്ത് നോക്കിയിട്ട് പിന്നെ റിസൾട്ടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കീവേഡ്സിനെ ഒന്നുകിൽ നെഗറ്റീവ് കീവേഡ്സ് ആക്കണം, അല്ലെങ്കിൽ ചില കീവേഡ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഒന്ന് ബൂസ്റ്റ് ചെയ്തിടണം. ഈ കീവേഡ്സിന് കൂടുതൽ പരസ്യം കാണിക്കണമെന്ന് ഗൂഗിളിനോട് പറയണം. അതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ കീവേഡ് റിസർച്ച് മാത്രമാണ് നോക്കുന്നത്. ഇനി വരുന്നത് സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഏത് കീവേഡ്സ് കൊടുക്കുന്ന ഒരു ഐഡിയ ഇല്ല, പക്ഷേ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പരസ്യം ക്ലിക്ക് ചെയ്തപ്പോൾ എന്തൊരു പ്രൊവിഡൻറ്റ് ഹൗസിങ് ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലിങ്ക് നിങ്ങൾ കോപ്പി അടിക്കുന്നു. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കീവേഡ്സിനെ സ്റ്റീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. നമ്മൾ കീവേഡ് പ്ലാനറിൽ പോകുന്നു, ഇവിടെ പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ എൻറ്റയർ വെബ്സൈറ്റിൽ ഏതൊക്കെ കീവേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് ഒപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ആ പേജില്ലേ, ആ പരസ്യം കണ്ട ആ പേജിൽ നിന്ന് മാത്രമുള്ള കീവേഡ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് കീവേഡ്സ് വലിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് മാത്രം സെലക്ട് ചെയ്ത് ഗെറ്റ് റിസൾട്ട്സ് കൊടുക്കുവാണ്. ഗെറ്റ് റിസൾട്ട്സ് കൊടുക്കുമ്പോൾ അവർ ഏതൊക്കെ കീവേഡ്സിലാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. എന്നിട്ട് ആ കീവേഡ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കീവേഡ് റിസർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ലൊക്കേഷൻ മാറ്റി കൊടുക്കാം, ഡേറ്റ് മാറ്റി നോക്കാം, അങ്ങനെ പല എന്താ പറയുക, കീവേഡ് റിസർച്ച് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഏതാണോ ബെസ്റ്റ് കീവേഡ്സ് അത് സെലക്ട് ചെയ്ത് ഞങ്ങൾ പരസ്യങ്ങളിലേക്ക് കൊടുക്കാം. അപ്പോൾ കീവേഡ് റിസർച്ച് എങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അടുത്ത നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ട്രൈ ചെയ്യാൻ പോകണം, ഗെറ്റ് സെർച്ച് വോളിയൂംസ് ആൻഡ് ഫോർകാസ്റ്റ്. കീവേഡ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞില്ല, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടും എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടാനുള്ളൊരു മാർഗ്ഗമാണിത്. ഗെറ്റ് സെർച്ച് വോളിയൂംസ്. അപ്പോൾ നമ്മൾ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്നടിക്കുന്നു.
ഗെറ്റ് സ്റ്റാർട്ടഡ് അടിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഫോർകാസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്ലാൻ ആണ്. ആ കീവേഡ്സ് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചില്ല, അതാണ്. ഇത് നമ്മൾ ഏത് ബിഡ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. 2 തരം സ്ട്രാറ്റജീസ് ആണ് ഉള്ളത്. ഒന്ന് മാക്സിമൈസ് ക്ലിക്സ്, ഒന്ന് മാനുവൽ CPC. CPC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ ക്ലിക്ക്. ഇത് വേറൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് മാക്സിമൈസ് ക്ലിക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ പോകുന്നത്. അങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ ലൊക്കേഷൻ വേണമെങ്കിൽ മാറ്റാം. ഇന്ത്യ വേണമെങ്കിൽ മാറ്റി കേരള ആക്കാൻ നേരത്തെ കാണിച്ചതാണ്. സെർച്ച് പാർട്ട്നേഴ്സ്, ഏത് ലാംഗ്വേജ്. ഇനി നമുക്ക് അടുത്തത് കാലണ്ടർ. നെക്സ്റ്റ് മന്തിൽ എന്തായിരിക്കും കാണാൻ പോകുന്നത്, നെക്സ്റ്റ് വീക്കിൽ എന്തായിരിക്കും കാണാൻ പോകുന്നത്, നെക്സ്റ്റ് ക്വാർട്ടറിൽ എന്താ കാണാൻ പോകുന്നത് നമുക്ക് സെർച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വാർട്ടർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും സെറ്റിംഗ്സ് കൊടുത്ത് നമ്മൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? യുവർ പ്ലാൻ ക്യാൻ ഗെറ്റ് 545 ക്ലിക്സ് ഫോർ 7,400 രൂപ വിത്ത് എ ആവറേജ് ഡെയിലി ബഡ്ജറ്റ് ഓഫ് 80 റുപ്പീസ്. ഡെയിലി നിങ്ങൾ 80 രൂപ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും 545 ക്ലിക്സ് കിട്ടും എന്ന് പറയുന്നത്. 555 പേര് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മഴ വരാൻ ചാൻസ് ഉണ്ട്, ക്ലിക്സ് വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഫോർകാസ്റ്റ് ചെയ്യുവാണ്. ഇപ്പോൾ 80 രൂപയ്ക്കാണെങ്കിൽ ഇങ്ങനെ, ഡെയിലി ബഡ്ജറ്റ് 80 രൂപയാണ് ഗൂഗിൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഒരു 400 രൂപ കൊടുക്കുകയാണെങ്കിലോ, 400 രൂപ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1400 ക്ലിക്സ് കിട്ടും. പക്ഷേ 37,000 രൂപ പൊട്ടിക്കണം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലിക്സ് എത്രയെന്ന് കാണാം, കോസ്റ്റ് എത്രയെന്ന് കാണാം, CTR എന്തിട്ടാണ്? ക്ലിക്ക് ത്രൂ റേറ്റ്. അല്ലെങ്കിൽ ഒരു 100 പേർക്ക് കാണിക്കുന്നു, 4 പേര് കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തിട്ടാണ്? 4% ആണ് ക്ലിക്ക് ത്രൂ റേറ്റ്. CPC ഒരു കോസ്റ്റിന് 26 രൂപ വരെ. ആവറേജ് ഒരു CPC എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ക്ലിക്ക്. ഓരോ ക്ലിക്കിന് നിങ്ങൾ 26 രൂപ വരെ കൊടുക്കേണ്ടി വരും. അടുത്ത ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര ക്ലിക്സ് വരും? ഈ ഒരു ജൂൺ 2022, 2023 വരെ എങ്ങനെയാണ്? ഇതിലൊരു ഡിപ്പ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ കയറ്റം ഉണ്ടോ? അതപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് സെല് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ ഡിവൈസസിലാണ് കൂടുതൽ ക്ലിക്സ് വരുന്നത്? ഇപ്പോൾ കമ്പ്യൂട്ടർ ആകുമ്പോൾ ഈ മഞ്ഞയിൽ കാണിക്കുന്നത് ക്ലിക്സ് ഇത്രേ ഉണ്ടാവുള്ളൂ. മൊബൈൽ ഫോൺസ് ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇതൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് കാണിക്കുന്നത്, ട്രെൻഡാണ് കാണിക്കുന്നത്. ഇംപ്രഷൻസ് എന്താണ്? ഇംപ്രഷൻസ് എന്ന് പറയുന്നത് എത്ര പേര് കണ്ടു, ക്ലിക്ക് ചെയ്തില്ല, പക്ഷെ എത്ര പേര് പരസ്യം കണ്ടു എന്ന് പറയുന്നതാണ്. കോസ്റ്റ്, എത്ര നിങ്ങൾക്ക് ചിലവ് വരാം. അപ്പോൾ നിങ്ങൾ ടാബ്ലറ്റ്സ്, ഇപ്പോൾ നിങ്ങൾ സാഡ് സെറ്റ് ചെയ്യുമ്പോൾ ടാബ്ലറ്റ്സ് ഏതായാലും ആൾക്കാർ കാണില്ല, വളരെ കുറച്ച് പേരെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ ഡിവൈസ് നമുക്ക് ഓഫ് ആക്കി വെക്കാം. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതൊക്കെ നോക്കുന്നത് കേട്ടോ. പൊതുവേ നമ്മൾ ബിസിനസ്, ഈ ഒരു ഇനീഷ്യൽ ബിസിനസ് ഉള്ളപ്പോൾ ഒരു നമുക്ക് ലൊക്കേഷൻ ഇപ്പോൾ എടപ്പള്ളിയിലായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും, അല്ലെങ്കിൽ പത്തനംതിട്ടയിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ അതായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം ആരൊക്കെ, എന്തൊക്കെയാണ്, എവിടേക്കാണ് ഈ ഒരു സാധനം സെർച്ച് ചെയ്യണേന്ന്. ഇപ്പോൾ ടോപ്പ് സ്റ്റേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കർണാടക 40% ക്ലിക്സ് വരുന്നത് കർണാടകയിൽ നിന്നാണ്. ഈ ഒരു കീവേഡ്, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച കീവേഡ്സ് ഇല്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പരസ്യം റൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു കീവേഡ് റിസർച്ച് കിട്ടും. അപ്പോൾ ഓരോ കീവേഡ്സിനും, ഓരോ നീഷയിലും, ഓരോ ബിസിനസ്, ഇത് ഉദാഹരണം വെച്ചിട്ടാണ് 2 BHK ഫോർ സെയിൽ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഏത് ബിസിനസ് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ടോപ്പ് സിറ്റീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവിടെയാണ് കൂടുതൽ ആൾക്കാരും 2 BHK ഫ്ലാറ്റ് തപ്പി പോടുന്നത്. കാരണം എന്താണെന്നറിയാമല്ലോ, റിസർച്ച് ചെയ്ത് നിങ്ങളൊരു 10-15 കീവേഡ്സ് ഓരോ ക്യാമ്പയിനും വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഹെഡ്ലൈൻസും ആഡ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുകയും ടാർഗറ്റിങ്ങും ബാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്. ഇതേപോലെ വീഡിയോസ് ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്